ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിഷ്ണുമനക്കുട്ടൻ .4ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആക്റ്റീവയുടെ റിയർ ബ്രേക്കിൻ്റെ ഷൂ മാറുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് വീലിൻ്റെ നെട്ട് അഴിക്കുകയാണ് ചെയ്യുന്നത്. 24-ൻ്റെ സ്പാനർ ഉപയോഗിച്ചാണ് നമ്മൾ വീൽ നെട്ട് അഴിക്കുന്നത്. വീല് കറങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ആ ഭാഗത്തോട്ട് ഇടുന്നുണ്ട്. ആ വീലിൻ്റെ ആ ഹോളിനകത്തോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ വീല് നമ്മൾ കറക്റ്റായിട്ട് സ്ലിപ്പായി പോകത്തില്ല, വീലിനെട്ട് അഴിഞ്ഞു വരും. വീലിനെട്ട് ലൂസായിട്ട് വീലിങ് ഇതുപോലെ ഫ്രണ്ടിലോട്ട് കറക്കി കഴിഞ്ഞാൽ ആ വീലിനെട്ട് കറക്റ്റായിട്ട് ലൂസായി വരും. പിന്നെ നമ്മൾ കൈ കൊണ്ട് വീലിനെട്ട് അഴിച്ചെടുക്കുക. വീലിൻ്റെ നെട്ടിൻ്റെ കൂടെ ഒരു വാഷറും ഉൾപ്പെടുന്നതാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റർ ലൂസാക്കുക. അപ്പോൾ നമ്മൾ കേബിളിനകത്തൊന്ന് പ്ലെയർ ഇട്ടൊന്ന് പിടിച്ചേക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. അതിനുശേഷം 14-15-ൻ്റെ സ്പാനർ ഉപയോഗിച്ചാണ് നമ്മൾ ബ്രേക്ക് നെട്ട് ലൂസാക്കുന്നത്. വീലും നല്ല ടൈറ്റായിട്ട് ഇരുന്നത്, ബ്രേക്ക് ഫുള്ള് തീർന്നിട്ട് വീലും നല്ല ടൈറ്റായിട്ട് ഇരിക്കുമായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ തന്നെ ആ ബ്രേക്കിൻ്റെ നെട്ട് ലൂസാക്കിയതിന് ശേഷമേ വീല് ഊരിയെടുക്കാൻ പറ്റുകയുള്ളൂ. ആ വീലിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തട്ടേണ്ടി വന്നു ആ വീല് പുറത്തോട്ട് ഊരി വരാൻ വേണ്ടി. ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ തട്ടി ആ വീല് പുറത്തേക്ക് ഊരിയെടുത്തു. വീല് നന്നായിട്ട് വണ്ടി ചെറുതായിട്ടൊന്ന് ചരിച്ചതിന് ശേഷം വീല് ഊരിയെടുത്ത്. ഇതാണ് വീലിൻ്റെ ഹബ്ബ് വരുന്ന ഭാഗം. ഇതാണ് ഈ ഹബ്ബ് വൃത്തിയായിട്ട് ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ പഴയ ബ്രേക്ക് ഷൂ വരുന്ന. ഇതാണ് അത്യാവശ്യം നന്നായിട്ട് തീർന്നിട്ടുണ്ട്. ഈ ബ്രേക്ക് ഷൂ മാറ്റിയിട്ട് ഇതാണ് പുതിയ ബ്രേക്ക് ഷൂ. ഇതിനകത്ത് സ്പ്രിങ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ബ്രേക്കിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ആ ക്യാമും പിന്നെ ഒരു സ്റ്റഡ് വരുന്നുണ്ട്, അതിനകത്തോട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ഹബ്ബ് തിരിച്ച് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വണ്ടി ചെറുതായിട്ടൊന്ന് ചരിച്ച് കൊടുത്തതിന് ശേഷം വീല് നമ്മൾ കറക്റ്റായിട്ട് കയറ്റിയിട്ട് കൊടുക്കുക. അത് കറക്റ്റായിട്ട് തന്നെ കയറി വീണോളും. അതിനുശേഷം നമ്മൾ വാഷർ ഇടുന്നുണ്ട്, പിന്നെ വീൽനെട്ടും ആണ് ഇടുന്നത്. വീൽനെട്ട് കൈ കൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് മുറുകി കയറ്റുക. അതിനുശേഷം നമ്മൾ വീല് ബാക്കിലോട്ട് കറങ്ങി കഴിഞ്ഞാൽ ആ വീലിനെട്ട് കുറച്ചങ്ങ് മുറുകി കയറും. അതിനുശേഷം നമ്മൾ സ്പാനർ ഉപയോഗിക്കുക. സ്പാനർ ഉപയോഗിച്ച് വീല് ബാക്കിലോട്ട് കറക്കുമ്പം ആ വീലിനെട്ട് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആവും. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് വലിച്ച് മുറുക്കുക. മാക്സിമം ലോഡ് കൊടുത്ത് മുറുക്കുക. ബാക്ക് വീലിൻ്റെ നെട്ടാണ്. പിന്നെ നമ്മൾ ബ്രേക്കിൻ്റെ നെട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. കൈ കൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് മുറുകി കയറുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുന്നത്. ബ്രേക്കൊന്ന് ചെറുതായിട്ട് പമ്പ് ചെയ്ത് പിന്നെയും മുറുകി കൊടുക്കുക. വീല് ജാമാവാത്ത രീതിയിൽ അതിൻ്റെ ബ്രേക്കിന് നെട്ട് മുറുകി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.